Hi friends, നമ്മളിന്ന് പറയുന്ന വീഡിയോ എന്ന് പറയുന്നത് Q2 നല്ല റിസൾട്ട് എന്ന 100 രൂപ താഴെയുള്ള ഏതാനും സ്റ്റോക്കുകൾ അത് 100 റുപ്പീസിന് മേളിൽ പോകുമോ അല്ലെ 3 ഡിജിറ്റിൽ എത്തുമോ എന്നുള്ള ചോദ്യത്തിലാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ റിസൾട്ട് വലിയൊരു ഫാക്ടറാണ് അല്ലേ, സ്റ്റോക്കിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിശ്ചയിക്കുന്ന വലിയൊരു ഫാക്ടറാണ്. പക്ഷേ അത് മാത്രമുള്ളൊരു ഫാക്ടർ, സ്റ്റോക്ക് വർക്ക് ചെയ്യുന്ന എൻവയറമെൻ്റ് ഒരു ഫാക്ടറാണ്. ആ സ്റ്റോക്കുകളുടെ മാനേജ്മെൻറ്റ്, അതിൻ്റെ പെഡിഗ്രി മാനേജ്മെൻറ്റ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ് വേറൊരു ഫാക്ടറാണ്, ലിക്വിഡിറ്റി പൊസിഷൻ വേറൊരു ഫാക്ടറാണ്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വേറൊരു ഫാക്ടറാണ്, പ്ലെഡ്ജഡ് പെർസെൻറ്റേജ് വേറൊരു ഫാക്ടറാണ്, അതിൻ്റെ ഓവറോൾ ക്രെഡിബിലിറ്റി ഫാക്ടർ എന്താ പറയുക അനാലിസിസ് ദർ ആർ സോ മെനി ഫാക്ടേഴ്സ് ഉണ്ട് സ്റ്റോക്കിനെ മുന്നോട്ട് നയിക്കുന്നത്. അത് വർക്ക് ചെയ്യുന്ന എൻവയറമെൻറ്റ്, കയ്യിലുള്ള ഓർഡറിൻ്റെ എണ്ണം, ഇതൊക്കെ വലിയൊരു ഫാക്ടേഴ്സാണ് സ്റ്റോക്കിന് മുന്നോട്ടുള്ള പ്രയാണത്തിനെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഇത് ഇന്ന വിലയിലെത്തും ഇന്ന വിലയിൽ താഴും. നോ ബഡി ക്യാൻ പ്രെഡിക്റ്റ്. ദിസ് വീഡിയോ ഈസ് ആബ്സലൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ റെക്കമെൻഡേഷൻ വീഡിയോ ആകുന്നില്ല. ഇത് പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കൂടുതൽ പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കുക, കൂടുതൽ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ പറയാനുള്ള ഒരു റിക്വസ്റ്റ്. അതിൻ്റെ പുറത്താണ് എൻ്റെ എല്ലാ വീഡിയോസും വർക്ക് ചെയ്യുന്നത് ശരിക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റോക്കുകളൊക്കെ ഏത് ലെവലിലെത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഐ ഫ്രണ്ട്, ദിസ് വീഡിയോ ഡസ് നോട്ട് ഇനിഷ്യേറ്റ് എനി ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻസ്. ഓരോ ഫിഗറും നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. കാരണം എനിക്ക് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. ക്ലറിക്കൽ മിസ്റ്റേക്ക് എപ്പോഴും ആർക്ക് വേണേൽ സംഭവിക്കും. ദിസ് വീഡിയോ ഈസ് നോട്ട് എ റെക്കമെൻഡഡ് വീഡിയോ. ആദ്യത്തെ കമ്പനി ട്രാക്ഷൻ എന്ന് പറയുന്ന കമ്പനിയാണ്. പ്രൈവറ്റ് മാർക്കറ്റ് ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. ട്രാക്ഷൻ ടെക്നോളജി ലിമിറ്റഡ്. നിങ്ങൾ എൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുക, 854 കോടിയേ ഉള്ളൂ. ഒരു മൈക്രോ ക്യാപ്പാണ്. സ്റ്റോക്ക് ബേസ് 29.7 ഉള്ളൂ. ഇൻഡസ്ട്രി ബേസ് 38. പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് 35.2 ഉള്ളൂ. ലെസ് ദാൻ 50 ആണ് ശരിക്കും. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് ഒന്നുമില്ലാത്ത, കടവില്ലാത്ത കമ്പനിയാണ്. അതുപോലെ തന്നെ പ്ലെഡ്ജഡ് പെർസെൻറ്റേജും ഇല്ലാത്ത കമ്പനിയാണ്. നിങ്ങൾ നോക്കണം, ROC 3 കൊല്ലത്തെ ആവറേജ് 4.81 നിന്നും ROC 11.9% ആയി. സോ സംതിങ് അറൗണ്ട് 2.5x വ്യത്യാസം വന്നു ROCക്കകത്ത് അല്ലേ ശരിക്കും നോക്കാൻ നേരത്ത്. ആൻഡ് സീ ദി റിസൾട്ട്. കഴിഞ്ഞ സെപ്റ്റംബറിലെ ടോപ്പ് ലൈൻ 19.11 എന്നുള്ളത് 21.49 crores ആയിട്ട് മാറി ശരിക്കും. ആൻഡ് ഈ 21 കോടി എന്ന് പറയുന്നത് കഴിഞ്ഞ 13 ക്വാർട്ടറിലെ ബെസ്റ്റ് ടോപ്പ് ലൈൻ ഗ്രോത്താണ് സംഭവിച്ചത്. ആൻഡ് സി ദി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 0.90 നിന്നും 2.04 2 കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വന്നു. വിത്ത് H7 OPM എക്സ്പാൻഷൻ 4 കോടിയിൽ നിന്നും 9 കോടി അല്ലെ 4.71% നിന്നും 9.49% മാറി. ഇതൊക്കെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. വന്ന ഫിഗർ വെച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ട്രാക്ഷൻ ഓവർവ്യൂ നോക്കണം. ട്രാക്ഷൻ ഇസ് എ ഡേറ്റ ആൻഡ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഫോർ പ്രൈവറ്റ് മാർക്കറ്റ്സ് ഗ്ലോബലി ആണ്. ആൻഡ് ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്. കസ്റ്റമർ സ്പാൻ 50+ കൺട്രീസ് ആണ് ഈ കമ്പനിക്ക്. Q2 ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുക. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 12.5% ആണ് ഇയർ ഓൺ ഇയർ കൂടിയിരിക്കുന്നത്. ടോട്ടൽ ഇൻകം 12% ആണ് കൂടിയിരിക്കുന്നത്. എബിറ്റ 1.1 CR YOY വ്യത്യാസം വന്നിട്ടുണ്ട്. പാറ്റിൽ 2.2 CR ആണ്. 0.3 CR കൂടിയിട്ടുണ്ട് YOY ശരിക്കും നോക്കാൻ നേരത്ത്. ആൻഡ് H1 ഫിനാൻഷ്യൽ പെർഫോമൻസ്, ഫസ്റ്റ് ആദ്യത്തെ 6 മാസത്തെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, റവന്യൂ 10.1% YOY കൂടിയിട്ടുണ്ട്. ടോട്ടൽ ഇൻകം 10.4% കൂടിയിട്ടുണ്ട്. എബിറ്റ 2.1 CR ആയിട്ടുണ്ട്. എബിറ്റ മാർജിൻ 5% കൂടിയിട്ടുണ്ട്. പാറ്റ് 6.9% കൂടിയിട്ടുണ്ട്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് 20.4% ആണ് YOY കൂടിയിരിക്കുന്നത്. ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 0.6 CR ആയിട്ടുണ്ട്, പ്ലസ്സിൽ വന്നിട്ടുണ്ട്. ആൻഡ് Q2 ഫിനാൻഷ്യൽ 24 റവന്യൂ ഗ്രോത്ത് നോക്ക്. 19.8 നിന്നും 21.5% റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട് കമ്പനിക്ക്. ആൻഡ് എബിറ്റ മാർജിനിലെ ഗ്രോത്ത് നോക്കും നിങ്ങൾ. ആൻഡ് പാറ്റ് മാർജിൻ 2.2 ആൻഡ് 10.1% ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. Significant incremental revenue has started going into bottom line again ശരിക്കും. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, ഫാന്റാസ്റ്റിക്. ആൻഡ് എക്സ്പെൻസ് ഗ്രോത്ത് ഈസ്ഡ്. എക്സ്പെൻസ് 19.8 ആയിരുന്നു Q1 നിന്നും Q2 വന്നപ്പോൾ 9.5 ആയിട്ട് കുറഞ്ഞു ശരിക്കും. ഇൻ പ്രൈവറ്റ് മാർക്കറ്റ്സ് ഗ്ലോബൽ ടെക് ഫണ്ടിങ് ചെറുതായിട്ട് കൂടാൻ തുടങ്ങി. ടെക് ഫണ്ടിങ് ടോപ്പിൽ നിന്നും താഴെ എത്തി. താഴെ 11.5 നിന്നും 15.6 നിന്നും 21.1 ചെറുതായിട്ടൊന്ന് കൂടാൻ തുടങ്ങി. ഇന്ത്യ ടെക് ഫണ്ടിങ്ങും ഒരു സ്ലൈറ്റ് ഒരു പ്ലസ് കാണിക്കുന്നുണ്ട്. YOY ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അടുത്ത കമ്പനി ഗേറ്റ് വേ ഡിസ്പിരിറ്റ് എന്ന് പറയുന്ന കമ്പനിയാണ്. സോ സ്ട്രോങ് അസറ്റ് ബേസ് ആണ്. കീ മെട്രിക്സ് എന്ന് പറയുന്നത് നോക്കണം. ICD കപ്പാസിറ്റി, CFS കപ്പാസിറ്റി, ടോട്ടൽ വെയർ ഹൗസ് കപ്പാസിറ്റി. ഷെയർ ഹോൾഡിംഗ് ഇൻഫർമേഷൻ നോക്കണം. ടോപ്പ് ജയൻസ് ആണ് ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് വെച്ചിരിക്കുന്ന. LIC, കുവൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, SBI മ്യൂച്വൽ ഫണ്ട്, HDFC മ്യൂച്വൽ ഫണ്ട്, ആദിത്യ ബിർള മ്യൂച്വൽ ഫണ്ട്, മിറൈ അസറ്റ്, ICICI Prudential, ഫ്രാങ്ക്ലിൻ, ഈസ്പ്രിംഗ്, ജനറൽ ഇൻഷുറൻസ്
Corporation and Financial Highlights stock. Total income Q2 കഴിഞ്ഞ കൊല്ലം 362 ആയിരുന്നത് 401 crores ആയി. എക്സലൻ്റ് ആണല്ലേ. ക്വാർട്ടർ 1 375 401 ആയി. EBITDA 99 to 101 to 106. EBITDA margin 27.3 നിന്നും 26.8 26.4 സ്ലൈറ്റ് സ്റ്റേബിൾ ആണെന്ന് വേണം പറയാൻ നമുക്ക്. PBT 62 to 66 to 73 and PAT profit after tax 60 നിന്നും 74 കോടി. Profit after tax margin 16.5 to 18.3% ആണ്. Financial Highlights H1 first 6 മാസ പെർഫോമൻസ്. ടോട്ടൽ ഇൻകം 750 നിന്നും 776. EBITDA 192,207. EBITDA margin 26.7 to 26.6 സ്റ്റേബിൾ ആണ്. PBT 116 to 138, PAT 118 to 137 and PAT margin 16.6 to 17.7%. Quarterly P&L statement ആണ്. നിങ്ങൾ നോക്കൂ, YOYയിലെ ഗ്രോത്ത് നോക്കുക. റവന്യൂ 11%, ഇൻകം 11%, EBITDA 8%, EBIT 15%, profit before tax 18%, profit after tax 23%. H1 financially ഗ്രോത്ത് നോക്കുക. റവന്യൂ 9%, EBITDA 9%, EBIT 16% and PAT 16%. അടുത്ത കമ്പനി SJVN എന്ന് പറയുന്ന കമ്പനിയാണ്. അത് മിനിരത്ന കമ്പനിയാണ്. ഗവൺമെൻറ് ഇൻകോർപ്പറേറ്റ് 1988. SJVN is a മിനിരത്ന category 1 and schedule A CPSE കമ്പനിയാണ്. ഡിക്ലെയർഡ് ആസ് മോസ്റ്റ് എഫിഷ്യൻ്റ് ആൻഡ് പ്രോഫിറ്റബിൾ മിനിരത്ന കമ്പനിയാണ്. പവറിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ് 29,945, സ്റ്റോക്ക് പ്രൈസ് 28.9, പ്രൈസ് 76.2 ഉള്ളൂ. ROC 9.27 ആൻഡ് ROCE 3 ആവറേജ് 11.2 ആയിട്ട് നോക്കാൻ നേരത്ത് സ്ലൈഡ് ഡൗൺ ആണ്. ഇൻഡസ്ട്രി ബീസ് 24.6. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈസ് 81.8. ഗവൺമെൻറ് കമ്പനിയല്ലേ. ആൻഡ് സീ ദി ക്വാർട്ടർ റിസൾട്ട്. സെപ്റ്റംബറിൽ 878 നിന്നും സെയിം സ്റ്റേബിൾ ആണ്. പെർഫോമൻസ് ഒന്ന് ടോപ്പ് ലൈനിൽ നിന്ന് താഴെ പോയിട്ട് വീണ്ടും സ്റ്റേബിലൈസ് ചെയ്തു. 713 കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നും തിരിച്ചു ഡൗൺ ആയി. 381, 178, 483 വന്നിട്ട് തിരിച്ചുകൊണ്ട് 706 തിരിച്ചു വന്നു. ആൻഡ് OPM is stable. 81 നിന്നും നേരെ താഴെ പോയിട്ട് വീണ്ടും OPM സ്റ്റേബിലൈസ് ചെയ്തു. റേഷ്യോസ് എക്സലൻറ്റ് റേഷ്യോസ് ആണ്. ഡെപ്റ്റർ ഡേയ്സ് 34, ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഈസ് 34. ദാറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. 87 to 34. അടുത്ത കമ്പനി പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ശരിക്കും. പെർഫോമൻസ് ഹൈലൈറ്റ്സ് നോക്കുക. പ്രോഫിറ്റബിലിറ്റി എന്തുമാത്രം കൂടി നമുക്ക്. YOY 327% കൂടി. പ്രോഫിറ്റബിലിറ്റി നോക്കാൻ നേരത്ത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 11.67%. Net interest income 19% up, something around 20% up. NIM 11 BPS up. Asset quality നോക്കുക. GNPA and NNPA. PCR and credit cost. ക്രെഡിറ്റ് കോസ്റ്റ് ഒക്കെ താഴുന്നത് കണ്ടോ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആണ് ക്രെഡിറ്റ് കോസ്റ്റ് ഒക്കെ താഴുക എന്ന് വെച്ചാൽ. ബിസിനസ്സിലെ ഗ്രോത്ത് നോക്കുക. ആൻഡ് ഗ്ലോബൽ അഡ്വാൻസസ് നോക്കൂ. ആൻഡ് RIM ഷെയർ നോക്കുക. ആൻഡ് ഇംപ്രൂവിങ് അസറ്റ് ക്വാളിറ്റി. ഒരു ബാങ്കിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇംപ്രൂവിങ് അസറ്റ് ക്വാളിറ്റിയാണ്. ആൻഡ് ഗ്രോസ് NPA താഴെ പോയി പോകുന്നത് 11.78 മാർച്ച് 2022 നിന്ന് അവർ പീരീഡ് ഓഫ് 1.5 കൊല്ലം കൊണ്ട് നേരെ പകുതിയായി. നെറ്റ് NPA 4.80 എന്ന് 1.47 ആയി ശരിക്കും നെറ്റ് NPA. ബ്യൂട്ടിഫുള്ളി മാനേജ്. നെറ്റ് NPA എമൗണ്ട് 34909 നിന്നും 13,1114 ആയിട്ട് ഫെൻറ്റാസ്റ്റിക് ആയിട്ട് കുറഞ്ഞു. PCR നോക്ക്. സെക്കൻഡ് PCR നോക്കുക. ആൻഡ് സ്ലിപ്പേജസ് 6.47 to 0.86 ആനുവലൈസ്ഡ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റബിലിറ്റി. Q4 2022 202 കോടിയിൽ നിന്നും 1756 കോടി. റിട്ടേൺ ഓൺ അസറ്റ്സ് ബെസ്റ്റ് ആണ്. 0.06 to 0.46%. റിട്ടേൺ ഓൺ ഇക്വിറ്റി 1.35 to 10.15%. Operating profit 5265 to 6216. Net interest income 7304 to 9923. Yield on advance 6.64 എന്നും 8.15%. And deposits in CASA mix. See the growth. Global deposits, overseas deposits, domestic deposits. See the growth actually. Very good actually. Global deposits നോക്കൂ. Current deposits, savings deposits and term deposits ഉള്ള growth നോക്കൂ. അഡ്വാൻസ് പെർഫോമൻസസ്. അഡ്വാൻസ് കൊടുത്ത പെർഫോമൻസ് നോക്കുക. എന്തുമാത്രം ഗ്രോത്ത് വന്നിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കും. ആൻഡ് കോർ റീറ്റെയിൽ അഡ്വാൻസസിൻ്റെ ഗ്രോത്ത് നോക്കൂ. ഹോം ലോൺ ഗ്രോത്ത് നോക്കൂ. വെഹിക്കിൾ ലോൺ ഗ്രോത്ത് നോക്കൂ. പേഴ്സണൽ ലോൺ ഗ്രോത്ത് നോക്കൂ. ഓക്കെ, പേഴ്സണൽ ലോൺ ഇസ് എ മാറ്റർ ഓഫ് എന്താ പറയേണ്ടത് കാര്യം എപ്പോഴും വളരെ കെയർഫുള്ളായിട്ട് സെഗ്മെൻ്റാണ് പേഴ്സണൽ ലോൺ. ബട്ട് എവറിഥിങ് ഈസ് ഗ്രോയിങ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് 85,776 കോടി. പ്രൈസ് 78 രൂപയുള്ളൂ. സ്റ്റോക്ക് പ്രൈസ് 14.5, ഇൻഡസ്ട്രി ബേസ് 12.8, പ്രൊമോട്ടർ ഹോൾഡിംഗ് 73.2. അടുത്ത കമ്പനി ISMT എന്ന് പറയുന്ന കമ്പനിയാണ്. സോ 2017 കോടിയേ ഉള്ളൂ മാർക്കറ്റ് ക്യാപ്.
93 റുപ്പീസാണ് പ്രൈസ്. സ്റ്റോക്ക് പീസ് 20.2, ഇൻഡസ്ട്രി ബേസ് 21.5. ISMT എന്ന് പറയുന്ന കമ്പനി കിർലോസ്കർ ടെക്കോറ കമ്പനിയാണ്. സി ദ ക്വാർട്ടർ റിസൾട്ട്. സെപ്റ്റംബർ 750 കോടിയിൽ നിന്നും ടോപ്പ് ലൈൻ 749 കോടി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 60 കോടിയിൽ നിന്നും 122 കോടി, ഓൾമോസ്റ്റ് 2x ആണ്. ആൻഡ് OPM എക്സ്പാൻഷൻ 9 to 16%, ഫാൻറ്റാസ്റ്റിക് ഗ്രോത്ത് ആണ് കൊടുത്തത്. ആൻഡ് PR അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ 22-ലും 21 കിർലോസ്കർ ടെക്കോറ ചെയ്തതിന് ശേഷമുള്ള കമ്പനിയുടെ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അതുവരെ മൈനസും ഒരു എന്താ പറയണ്ടത്, ഇറ്റ് വാസ് വളരെ എന്താ പറയുക ഇൻസ്റ്റേബിൾ ആയിരുന്നു. അവിടെ നിന്നുള്ള ഗ്രോത്ത് നോക്ക്. 2161, 2580, 20% ആണ് ടോപ്പ് ലൈൻ ഗ്രോത്ത് കൊടുത്തത്. അത് ട്രെയിലിംഗ് 12 months നോക്കാൻ നേരത്തെ 2655 ആയിക്കഴിഞ്ഞു. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 60 to 217 to 324 ആയിക്കഴിഞ്ഞു. ആൻഡ് OPM എക്സ്പാൻഷൻ 3 to 8% to 12%. ബാലൻസ് ഷീറ്റ് നോക്കുക, ഫാൻറ്റാസ്റ്റിക് ബാലൻസ് ഷീറ്റ് മാനേജ്മെൻറ്റ്. അതുവരെ റിസർവ് എന്ന് പറയുന്നത് 17-ലും 18-ലും 19-ലും ഒക്കെ മൈനസ് ആയിരുന്നു. അവിടെ നിന്നുമാണ് 1236 ആയി, 1328 ആയി, ആൻഡ് സെപ്റ്റംബറിൽ 1419 ആയി. എക്സലൻറ്റ് റിസർവാണ് നടക്കുന്നത്. ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കാൻ നേരത്ത് ഡൈല്യൂഷൻ കഴിഞ്ഞ മാർച്ചിൽ 22-ലും 23-ലും സെപ്റ്റംബർ 23-ലും വന്നിട്ടില്ല, സ്റ്റേബിളാണ് ശരിക്കും. ആൻഡ് ISMT ലിമിറ്റഡ് റേറ്റിംഗ്സ് ആണ്, റേറ്റിംഗ് അഫേം റേറ്റിംഗ് ആണ്. ഇക്ര A സ്റ്റേബിൾ ആണ്. ആൻഡ് നിങ്ങളിവിടെ നോക്കണം, റേറ്റിംഗിൽ ഹിസ്റ്ററി ഫോർ ദി പാസ്റ്റ് 3 years ആണ് റേറ്റിംഗ് ഹിസ്റ്ററി നോക്കാൻ നേരത്ത്. ഇക്ര A മൈനസിൽ നിന്നാണ് ഇക്ര A സ്റ്റേബിളിലേക്ക് വന്നത് ശരിക്കും. ഇറ്റ്സ് എ വെരി ഗുഡ് അച്ചീവ്മെൻറ്റ് ഫോർ ദി കമ്പനി. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടുപോകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഒന്നും അബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. പഠിക്കാനായിട്ടുള്ള ഉപാധിയായിട്ട് മനസ്സിലാക്കുക. ഈ സ്റ്റോക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ കൂടുതൽ പഠിക്കുക, ഏണിങ്സ് കോൾ കൂടുതൽ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു അസസ്മെൻറ്റിലെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫാക്ടർ ശരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.